എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. പ്രൊഫൈൽ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന കിയയുടെ ഏറ്റവും പുതിയ കാരൻസ് ക്ലാവിസ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ വാഹനമായിരിക്കും. കാരണം എല്ലാ ഷോറൂംസിലേക്കും വാഹനം എത്തിയിട്ടില്ല. ട്രിവാൻഡ്രത്തായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ലോഞ്ച്, കേരളത്തിലെ ആദ്യത്തെ ലോഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ലോഞ്ച് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് ട്രിവാൻഡ്രം പള്ളിച്ചിലുള്ള ഓട്ടോമോട്ടീവ് കിയയാണ്. ഇവിടെ ട്രിവാൻഡ്രത്തെ ഒരു പുതിയ ഡീലർഷിപ്പാണ്. ഏകദേശം ഒരു 3-4 വർഷം ആയിട്ടുള്ളൂ, 3 വർഷം എന്തോ ആയിട്ടുള്ളൂ. അത്യാവശ്യം ട്രിവാൻഡ്രത്തെ കിയ വാഹനങ്ങളുടെ ഒരു 33% കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ഡീലർഷിപ്പാണ്. ഓൾ ഇന്ത്യ ബേസ്ഡുള്ളൊരു ഡീലർഷിപ്പാണ്. എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിക്കാറുണ്ട്. എല്ലാ വാഹനങ്ങളും വരുമ്പോൾ റിവ്യൂ ചെയ്യാറുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ അവരുടെ സിറോസ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല പ്രേക്ഷക റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് റെഫറൻസിൽ എടുത്തിട്ട് ആ വാഹനം വാങ്ങിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ഷോറൂംസിൽ നിന്ന് ലഭിച്ചത്. അപ്പം ഏറ്റവും പുതിയ ക്ലാവിസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ക്ലാവിസ് എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന കാരൻസിൻ്റെ ഒരു പ്രീമിയം ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ്. നിലവിലുണ്ടായിരുന്ന ആ ഒരു കാരൻസിനകത്ത് കുറേയധികം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് എസ്തെറ്റിക്കലിയും അതുപോലെ തന്നെ കുറച്ച് ഇൻറ്റീരിയർ ആയിട്ടുള്ള നല്ല പ്രീമിയംനെസ് കൊണ്ടുവരികയും വലിയ സൺറൂഫൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സോ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പം ഈ ഒരു വാഹനം വരുന്നതെന്ന് പറയുന്നത് റിക്രിയേഷണൽ വെഹിക്കിൾ RV എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത്. കാരണം കാണുമ്പോൾ ഒരു SUV ഒക്കെ ആണെങ്കിലും ഇവരിതിനെ ഒരു റിക്രിയേഷണൽ വെഹിക്കിൾ ആയിട്ടാണ് പറയുന്നത്. കൂടുതൽ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഇതൊരു 7 സീറ്ററായിട്ട് വരുന്നൊരു വാഹനമാണ്. ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. നിലവിൽ നമുക്ക് 7 സീറ്റേഴ്സിൻ്റെ സെഗ്മെൻറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രൈസ് റേഞ്ചിലും പല ബ്രാക്കറ്റിലുമാണ് ഉള്ളത്. കാരണം നിലവിൽ 5 സീറ്റർ വാഹനങ്ങളാണ് പൊതുവേ ഇന്ത്യൻ നിരത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്കൊരു ഇച്ചിരി വലിയൊരു ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ ഇരുത്താനുള്ളൊരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്ന വാഹനങ്ങളൊന്നെന്ന് പറഞ്ഞാൽ മാരുതിയുടെ ഏർട്ടിഗയാണ്, അല്ലെങ്കിൽ ടൊയോട്ടയുടെ റുമിയോൺ. ഇത് രണ്ടും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ XL6 ഇതെല്ലാം മുമ്പൊന്ന് ചാനലിൽ കൂടെ പോകുന്നതേ ഉള്ളൂ. എല്ലാം ഏകദേശം ഒരു വണ്ടിയാണ്. അപ്പം അതല്ലാതെ ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും ഈസിലി വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ ഒരു കാരൻസ് എന്ന് പറയുന്നത്. അപ്പം നിലവിൽ ഈ ഒരു കാരൻസിനെ അവർ ക്ലാവിസിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിലുള്ള കാരൻസും ഈ വിപണിയിലുണ്ടായിരിക്കും, ക്ലാവിസും ഇനി വിപണിയിലുണ്ടായിരിക്കും. അപ്പം പ്രധാനമായിട്ട് ഈ വാഹനത്തിൻ്റെ ലുക്കുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒറ്റയടിക്ക് പറയുന്നത് ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഫേസ് പോലെ ഇരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം നമുക്ക് ഏറെക്കുറെ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെയും അതുപോലെ സിറോസിൻ്റെയും ഇലക്ട്രിക് പതിപ്പുകൾ ഉടനെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നുള്ളതാണ്. അപ്പോൾ അതിനോട് പറ്റുന്ന ഡിസൈനിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇവരുടെ ഏറ്റവും പുതിയ വാഹനങ്ങളായിട്ടുള്ള EV6 അധികം സാമ്യം തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. ലുക്കിലൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണുന്ന ഒരു ഐവറി ഗ്ലോസ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത്. 8 കളേഴ്സിലോളം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 7 വേരിയൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ നിന്നുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള HTX Plus എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഇത് പെട്രോളാണ്. 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് പല ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ആകാര വലിപ്പമാണ്. അത്യാവശ്യം വലിയൊരു വാഹനമാണ്. 7 സീറ്ററായിട്ട് വരുന്ന ഒരു വാഹനം. 4550 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത്. 2780 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഒരു 7 സീറ്റർ എന്ന് പറയുമ്പോൾ ബാക്ക് റോയിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലുള്ള ഒരു ലെഗ് സ്പേസ് ആയിരിക്കും. അതിപ്പോൾ ഏത് വണ്ടി, ഇപ്പോൾ ഫോർച്യൂണർ എടുത്തെന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റ് കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ ഇതൊരു RV ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ അതിനൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രൂലി ഒരു 7 സീറ്റർ ആയിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺജഷൻ ഇല്ലാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാണ്ട് പറ്റും. നമ്മൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും നമുക്കത് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇനി വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ഒരു ക്യാമറ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ റെയിൻ സെൻസിങ് വൈപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇതിനകത്ത് അഡാസ് ലെവലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 20 ലെവൽ അഡാസ് ലെവൽ ഫീച്ചേഴ്സാണ് വരുന്നത്. ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡാസ് ലെവൽ ഫീച്ചേഴ്സാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഈ ഒരു കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു DRL-ആണ്. സ്റ്റാർ മാപ്പ് ആയിട്ട് വരുന്ന DRLs എന്നാണ് പറയുന്നത്. ഇതാ ഇവിടുന്ന് തുടങ്ങി അറ്റം വരെ വരുന്ന ഒരു DRL സെറ്റാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് റിഫ്ലക്റ്റേഴ്സാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ലൈറ്റാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് ലൈറ്റല്ല, അതൊരു റിഫ്ലക്ടറാണ്. ഈ രണ്ട് വശത്ത് മാത്രമാണ് നമുക്ക് ആ ഒരു DRL പൊസിഷൻ ലാംപ്സ് വരുന്നത് പറഞ്ഞാൽ. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാംപ്സിലേക്ക് വരുന്ന സമയത്ത് 3 ചേംബറിലാണ് വരുന്നത്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ കെയുടെ വാഹനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ടൈഗർ നോസ് ഗ്രില്ലുകളാണ് എല്ലാ വാഹനത്തിനും പൊതുവേ ഉള്ളത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഗ്രില്ലല്ല, കവേർഡ് ആയിട്ട് വരുന്ന ഏരിയയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു EVയുടെ ഫ്രണ്ട് ഫേസ് പോലെ കവേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു EV പതിപ്പ് ഞാൻ പറഞ്ഞ പോലെ അധികം താമസിയാതെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ടൈഗർ ഫേസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ഡിജിറ്റൽ ആയിട്ടുള്ള ടൈഗർ ഫേസ് എന്നുള്ളത് അവർ കമ്പനി ഒരു ഫിലോസഫി സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. നമുക്ക് ആഴ്ചയിൽ നമ്മൾ ഇനിയിപ്പോൾ അത്രയും ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു ടൈഗറിൻ്റെ ഫേസ് അവിടെ തെളിഞ്ഞ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം അതേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബമ്പർ ഏരിയയും പോർഷൻസൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ടതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്കിഡ് പ്ലേറ്റും എഡാം കാണാം. അത് ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയംനെസ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാം. 360 ഡിഗ്രിക്കുള്ള ഒരു ക്യാമറയും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ടോപ്പ് എൻഡ് വാഹനങ്ങളൊക്കെ 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് വലിയൊരു ഫീച്ചറല്ല, കാരണം അതൊരു കോമൺ ഫീച്ചറായിട്ട് മാറി എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന മിക്ക വാഹനങ്ങൾക്കകത്തുള്ള ഫീച്ചേഴ്സും ടെക്ലോഡഡ് ആണ്. അത്രയും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. ഓട്ടോമാറ്റിക് അല്ലെ, ഇപ്പോൾ എമർജൻസി ബ്രേക്കിങ്ങും ലൈൻ കീപ്പും ഡിപ്പാർച്ചറും ഒക്കെ അതൊക്കെ ഒരു കോമൺ ഫീച്ചറായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പം അഡാസ് ലെവലുകൾ 20ഓളം ഈ വാഹനത്തിന് സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ വാഹനത്തിന് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി പതുക്കെ സൈഡിലേക്കൊന്ന് വരാം. അപ്പം ഇതാണ് നമ്മുടെ ക്ലാവിസിൻ്റെ ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. സൈഡിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാരൻസായിട്ട് വന്നിട്ടില്ല. എങ്കിലും ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മക്ഫേഴ്സൺ സ്റ്റാർട്ടും കോയിൽ സ്പ്രിങ്ങാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ടോർഷൻ ബീം കപ്പിൾഡ് ആക്സലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത്തരം വാഹനങ്ങളിൽ നിങ്ങൾ ഓൾറെഡി കാരൻസിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്രാസുഖത്തെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു യാത്രാസുഖം ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിറേഴ്സ് നമുക്ക് കാണാം. ഇതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സാണ്. നമുക്ക് ഏതെങ്കിലും വണ്ടി ലെഫ്റ്റിലോ റൈറ്റിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കണ്ണാടിയിൽ തന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രിയുടെ ആ കോമ്പിനേഷനുള്ള ക്യാമറയും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എ പില്ലർ ശരിക്കും പറഞ്ഞാൽ പേന ബ്ലാക്ക് ഫിനിഷിൽ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്കുള്ള ബി പില്ലറിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു റൂഫ് റെയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതും ഡ്യുവൽ കളേഴ്സിലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്ലാഡിങ് നമുക്ക് കാണാം. അതിനകത്ത് നമുക്കൊരു സ്റ്റീൽ ഇൻസേർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഗാർണിഷിങ് എലമെൻറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സൈഡിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഇതിലേക്ക് ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂൽ ലിഡ് കാണാം. 45 ലിറ്റേഴ്സാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ലിഡ് വരുന്നത്. ഈ ഒരു വശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അലുമിനിയം ഗാർണിഷ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് കിട്ടത്തക്ക രീതിയിലൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള പ്രൊഫൈലിന് സൈഡിൽ നിന്നുള്ള പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്കിനി പുറകുവശം കാണാം എന്തൊക്കെയാണ് പുതിയ ക്ലാവിസിൽ വന്ന മാറ്റങ്ങൾ നോക്കാം. ക്ലാവിസിൻ്റെ പിൻവശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിൻവശമുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പറഞ്ഞാൽ ഈ ഒരു വലിയൊരു കണക്റ്റഡ് ആയിട്ട് വരുന്ന സ്റ്റാർ മാപ്പായിട്ട് വരുന്ന ടെയിൽ ലാമ്പുകളാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഷാർഫിനെ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സ്പോയിലറുണ്ട്, ഡീഫോഗറുള്ള ഗ്ലാസ്സുകളുണ്ട്, ഐമോൺ സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, അതുപോലെ ഒരു ചെറിയ വൈപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ ഒരു കാഴ്ചയിലേക്ക് വരുന്നത് പറയുന്നത്. കാരൻസ് ക്ലാവിസ് എന്നുള്ളൊരു എംബഡഡ് ആയിട്ട് റൈറ്റിംഗ് ആണ്. കിയയുടെ വലിയൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് 7 സ്പീഡ് DCT ആണ്. നമുക്ക് ഈ വാഹനത്തിൽ ഇതൊരു ടർബോ പെട്രോളാണ് വരുന്നത്. അപ്പോൾ ടർബോ പെട്രോൾ വരുന്നതുകൊണ്ട് തന്നെ 3 ട്രാൻസ്മിഷനാണ് പ്രധാനമായിട്ടുള്ളത്. 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് 7 സ്പീഡ് DCT ആണ്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു IMT ട്രാൻസ്മിഷൻ ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ടെന്നുള്ളതാണ്. 3 ട്രാൻസ്മിഷൻസ് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇത് ടർബോ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇത് അൺഡിസ്ക്ലോസ്ഡ് ആണ്. നമുക്ക് ബ്രോഷേഴ്സിലൊക്കെ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. 214 ലിറ്റർ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ നമുക്ക് ഈ 2 സീറ്റുകളും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000-ലധികം ലിറ്റേഴ്സിലേക്ക് നമുക്കിതിനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ പഞ്ചർ റിപ്പയർ കിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വാഹനത്തിൻ്റെ സ്പെയർ ടയർ എന്ന് പറയുന്നത് വാഹനത്തിന് അടിയിലാണ്. അപ്പോൾ അത് ഇവിടുന്ന് ഒരു നോബ് നമ്മൾ തിരിച്ച് കഴിയുമ്പോൾ ടയേഴ്സ് നമുക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു പിന്നിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ളതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്.
പ്രത്യേകിച്ച് ഈ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇതൊരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു കളേഴ്സിലേക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു ബീജിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലൂവിൻ്റെയും കോമ്പിനേഷനാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്കിതൊരു ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്ലൂ കളറായിട്ട് വരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ബേജിൻ്റെ ഫാബ്രിക് മെറ്റീരിയൽസ്, ഇവിടെ ലെതററ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡോർ പാനൽ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽ നമുക്ക് കാണാം, അതും പ്രീമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. 8 സ്പീക്കേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡോറിനെ കുറിച്ച് പറയേണ്ടത്. ഇത് നമുക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു പ്രീമിയംനെസ് മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരൻസിനേക്കാളും കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടാണല്ലോ ഈ വാഹനം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടച്ച് ആൻഡ് ഫീൽ എല്ലാം നമുക്കൊരു പ്രീമിയം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സീറ്റ്സിലേക്ക് വരാം. സീറ്റ്സിലേക്ക് വരുമ്പം കാരൻസിനേക്കാളും മികച്ച സീറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. 4 തരത്തിൽ നമുക്ക് ഇലക്ട്രിക്കൽ 2 സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരു ഘടകമാണ്. ഈ വാഹനത്തിൻ്റെ സീറ്റുകളും ഇതുപോലെ ഫ്രണ്ടിൽ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വലിയൊരു കോമഡിയും കഥയൊക്കെയാണ്. കാരണം പണ്ട് വട്ടത്തിലുള്ള സ്റ്റിയറിങ്ങുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതിന് ശേഷം ഡീകട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വന്നു. ഇപ്പം വന്ന് ചതുരത്തിലാണോ ത്രികോണത്തിലാണോ നീളത്തിലുള്ള സ്റ്റിയറിംഗ്സ് ആണെന്നൊന്നും അറിയത്തില്ല. സ്റ്റിയറിങ്ങിനകത്തൊക്കെ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടിട്ടുണ്ട്. എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. കെയുടെ ഒരു ബാഡ്ജിങ് നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ള നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മീഡിയയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ്സ് ആണ്. അതും ഒരു ബ്ലൂ കളറിലുള്ള ലെതർ റാപ്പിംഗ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകൾ, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റുകൾ, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു വശത്ത് നമുക്ക് ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അകത്തേക്ക് പോകുന്ന സമയത്ത് കാണാം. അപ്പോൾ ക്ലാവിസിൻ്റെ ഇൻറ്റീരിയർ കുറച്ചുകൂടെ പ്രീമിയം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 67 സെൻറ്റിമീറ്റേഴ്സിൻ്റെ വലിപ്പമുള്ള 2 ഡ്യുവൽ സ്ക്രീനുകളാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന സ്ക്രീനും പിന്നെ ഇവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. ഇപ്പം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളിൽ കാണുന്ന പോലെ ഒറ്റ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡിജിറ്റലി ഇതിൻ്റെ റീഡിങ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിലവിൽ പറയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലുകൊണ്ടാണ്. ഇത് നമുക്ക് വരുമ്പോൾ നമുക്ക് കിയയുടെ കണക്റ്റ് 2.0 ആണ് ഇതിലേക്ക് വരുന്നത്. നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം 80ഓളം ഫീച്ചേഴ്സ് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ അഡാസിൻ്റെ ഫീച്ചേഴ്സ് 20 ഉണ്ട്. അപ്പോൾ അതുപോലെ വോയിസ് കമാൻഡ് അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ലോഡ് വന്നിരിക്കുന്ന വലിയൊരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിതിനകത്ത് എയർ ബാഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിലും വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതും ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS, EBD, ട്രാക്ഷൻ കൺട്രോളുകൾ, ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിസ്ക് ബ്രേക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ലെയിൻ ഡിപ്പാർച്ചറൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എമർജൻസി ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഒരു വണ്ടിയോ ഒരാളോ ഒക്കെ പെഡസ്ട്രിയനൊക്കെ എടുത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. അപ്പം ആക്സിഡൻസിൻ്റെ ഒരു തോത് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഡാഷ്ബോർഡ് ഏരിയ ഒക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ ഒരു ഫാബ്രിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അതും അത്യാവശ്യം നല്ല പ്രീമിയം ആണ്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ബ്ലൂ തീമിൽ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെയാണ് വളരെ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്ന, കണ്ടാൽ തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടത്തക്ക രീതിയിലാണ് അത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. AC-യുടെ വെൻറ്റുകളാണ് നല്ല പൊത്തു പോലെയുള്ള വലിയ AC-യുടെ വെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ത്രോ ആണ് എയറിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാഹനം നമുക്ക് തണുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു പാനൽ കാണാം. ഡ്യുവൽ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്ന ഒരു പാനലാണ്. ഡ്യുവൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുണ്ടോ, ഇത് നമുക്ക് ഉപയോഗിച്ച് ടോഗിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടോഗിൾ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. അതായത് ഇങ്ങനെ ഈ ഒരു മെനു വരുന്ന സമയത്ത് നമുക്ക് മീഡിയയുടെ കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് AC-യുടെ കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്വിച്ചിൻ്റെ കോമ്പിനേഷൻസിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്രയും ഏരിയയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് കുറേ സ്വിച്ചസ് കാണാനായിട്ട് പറ്റും. ഏറ്റവും മുകളിലായിട്ട് വെന്റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന സീറ്റുകളുടെ ഫംഗ്ഷൻസ് ആണ്. അത് 3 ലെവലിൽ നമുക്ക് അതിൻ്റെ ഒരു എയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് നമുക്ക് ചൂടാക്കാനും തണുപ്പിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പാർക്ക് അസിസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ഫീച്ചറായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു കോമൺ ഫീച്ചറായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ ചെറിയ കാറുകൾക്ക് ഉൾപ്പെടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്നതുകൊണ്ട് നമുക്ക് വാഹനത്തിൻ്റെ പല സൈഡിൽ നിന്നുള്ള വ്യൂസ് ഒക്കെ കാണാം. പ്രത്യേകിച്ച് ഇടുങ്ങിയ റോഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇത് ഭയങ്കര പ്രയോജനപ്പെട്ടൊരു കാര്യം. കാരണം
കാരണം ഫ്രണ്ട് കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. കാരണം ചെറിയ ഇടവഴിയിലേക്ക് കയറുമ്പോൾ ഫ്രണ്ട് തട്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇനി ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഹിൽ ഡിസൈൻ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ ഡ്രൈവ് മോഡ് സെലക്ടേഴ്സാണ്. 3 മോഡിൽ നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാം. ഇക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡൽസാണ്. അത് നമ്മൾ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഈ സ്ക്രീനിൽ ആ ടോഗിൾ ചെയ്ത് ആ ഒരു തീം തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഈ ഒരു ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ലിവറാണ് കാണുന്നത്. ഇതിനകത്തൊരു 7 സ്പീഡ് DCT ആണ് വരുന്നത്. വളരെ പെർഫോമൻസ് ഉള്ള ഒരു ഗിയർ ബോക്സ് ആണ്. ബ്യൂട്ടിഫുള്ളി നല്ല രസമാണ് ആ ഒരു ഷിഫ്റ്റർ കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വരുന്നത്. ഇനി അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതുപോലെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. നമുക്ക് കയറ്റത്തിലൊക്കെ വാഹനം പുറകോട്ടൊന്നും ഇറങ്ങി പോകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ്. അടുത്തതായിട്ട് കണ്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ വാഹനത്തിനകത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ കപ്പ് ഹോൾഡറാണ് വരുന്നത്. അത് കൂൾഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു കൺട്രോൾ, എയറിൻ്റെ ഫ്ലോയുടെ കൺട്രോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. AC ഡയറക്റ്റ് ആയിട്ട് ത്രൂ അവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ഫോണൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. വാഹനത്തിൻ്റെ കീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് വാഹനത്തിൻ്റെ കീസ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നല്ല കീസാണ്. മൾട്ടി ഫംഗ്ഷൻ ആയിട്ട് വരുന്ന കീകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയേറിയ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് അവിടെ ഇരിക്കുന്നവർക്കും ഈ ഒരു ആംബ്രസ്റ്റ് ആക്സസിബിൾ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കിതൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു ട്രേ ഉണ്ട്. ആ ട്രെയിനകത്ത് നമുക്ക് ചില്ലറകളോ എന്തെങ്കിലും വയ്ക്കാം. അത്യാവശ്യം ഡീപ്പറായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് വശത്തുനിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഗ്ലോ ബോക്സ് പറയാനായിട്ട് വിട്ടുപോയി. ഇതാണ് ഡീപ്പറായിട്ട് വരുന്ന ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ആ ഗ്ലോ ബോക്സും ആ പറയുന്ന പാനൽ ഗ്യാപ്പുകളൊക്കെ പക്ക ഫിനിഷ്ഡ് ആയിട്ടുള്ള കറക്റ്റ് പൂർണ്ണതയുള്ള ഒരു വാഹനമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വശവും അതുപോലെ റൂഫ് ഏരിയയൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു IRVM നമുക്ക് കാണാനായിട്ട് പറ്റും. SOSൻ്റെ സ്വിച്ച്, ടോ അസിസ്റ്റ്, കീയുടെ കണക്ട്, ഇത്രയും ഫീച്ചേഴ്സിൻ്റെ സ്വിച്ചസ് അവിടെയുണ്ട്. ഡേ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 2 വശത്തേക്ക് വരുമ്പോൾ സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ വാൻറ്റി മിറേഴ്സും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഗോഗിൾസ് വെക്കാൻ, കണ്ണാടികൾ വെക്കാനായിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ അവിടെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. മൂൺ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന 2 ലൈറ്റ്സ് ഉണ്ട്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പാൻഡമിക് ആയിട്ട് വരുന്ന സൺറൂഫാണ്. 2 പെയിനിൽ വരുന്ന നെടുങ്കനായിട്ട് വരുന്ന ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ മണ്ട മുഴുവൻ വെട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ ആകാശം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളതാണ് പ്രത്യേകം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടൊരു സാധനമാണ്. കാരണം വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ സൺറൂഫ് ഇല്ലെങ്കിൽ എന്തോ ഒരു വികലാംഗത്വം ബാധിച്ച പോലെയാണ് പറയുന്നത്. അവർക്ക് സൺറൂഫ് ഇല്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 2ാമത്തെ റോയിലേക്ക് പോകാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇത് ശരിക്കും ഒരു റിക്രിയേഷണൽ വെഹിക്കിൾ ആയതുകൊണ്ട് 2ാമത്തെ റോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബക്കറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2ാമത്തെ റോയിലേക്ക് കയറിയിരിക്കുകയാണ്. 2ാമത്തെ റോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം കംഫർട്ടബിൾ ആണെന്നറിയാവും. ഒരു രക്ഷയില്ല. പക്ക റിക്രിയേഷൻ വെഹിക്കിളാണ്. ഉല്ലസിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും ഈ വാഹനത്തിനകത്തുണ്ട്. ഹെഡ് റൂം ആവശ്യത്തിലധികം ഉണ്ട്. നമുക്കിവിടെ പിടിച്ചിരിക്കാൻ ഒരു ഗ്രാബ് റെയിലുണ്ട്. പിന്നെ നമുക്ക് റീഡിങ് ലാംപ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് സാധനമാണെന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിനകത്തൊരു സ്മാർട്ട് പ്യുവർ എയർ എന്ന് പറയുന്ന ഒരു എയർ പ്യൂരിഫയർ ആണ്. വൈറസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള എയർ പ്യൂരിഫയർ യൂണിറ്റ് ആണ് ഇതിൻ്റെ ബാക്കിലേക്ക് വെച്ചിരിക്കുന്നത് പറയുന്നത്. കൂടാതെ ഫയൽ പോക്കറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ 2 സീറ്റ്സിനിടയ്ക്കാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ബാക്കിലേക്ക് നമുക്ക് വണ്ടി സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വീതിയുള്ളൊരു ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. AC കൺട്രോളുകളും കാര്യങ്ങളും ഇവിടെയുണ്ട്. ഫാൻ സ്പീഡ് നമുക്ക് 4 പേരെ നമുക്ക് ഇടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള 2 സീ പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൺ വെക്കാനുള്ള ഒരു ഹോൾഡറും വന്നിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസ് വർക്കുകൾ പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേ എന്ന് പറയുന്നത് ഇതിനകത്തൊരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു ടാബ് നമുക്ക് കുത്തിച്ചാരി നിർത്തണമെന്നുണ്ടെങ്കിൽ ആ ടാബ് വെക്കാനുള്ള ഒരു പൊസിഷനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ടാബൊക്കെ ഈസി ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പം ഒരു ബിസിനസ് ക്ലാസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. പ്രധാനമായിട്ട് ഈ വാഹനത്തിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഈ ഒരു 2nd റോ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പോകാൻ, റിലാക്സ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു ക്യാപ്റ്റൻ സീറ്റ് ആണല്ലോ. അപ്പം
ഈ ഫ്രണ്ടിലിരിക്കുന്ന സീറ്റ് കുറച്ച് മുമ്പോട്ട് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ആളില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കണ്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാണ്ട് പറ്റും. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കമാൻഡിങ്ങോടെ അത് മാറ്റാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. മാനുവലി ആണ് വരുന്നത്, എങ്കിൽ പോലും അതും നല്ലൊരു സൗകര്യമാണ്. കാരണം സീറ്റ് അത്രയും കയറി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ നല്ല ഒരു സ്പേസ് കിട്ടുന്നതായിരിക്കും. പിന്നെ സീറ്റ്സൊക്കെ ഇതും പെർഫറേറ്റഡ് ആണ് വരുന്നത്, പക്ഷേ ഇതിനകത്തൊരു വെൻറ്റിലേഷൻ കൊടുത്തിട്ടില്ല. ഇതും ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് സിറോസിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇതിനും ഒരു വെൻറ്റിലേഷൻ കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മികച്ചൊരു അനുഭവം നമുക്ക് ലഭിക്കാമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വശത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു തേർഡ് റോയിലേക്ക് പോകാം. തേർഡ് റോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതുവഴി പോകാം, അല്ലെങ്കിൽ ഈ സീറ്റ് ഡബിൾ ഡൗൺ ചെയ്യാം. അത് ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കിലെ സ്പേസ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാം. മൂന്നാമത്തെ സീറ്റിലേക്ക് കയറുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടമ്പിൾ ഡൗൺ ആകുന്നുണ്ട്. അല്ലെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് വലിച്ചൊന്നും തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. സീറ്റ് നേരെ ഫോൾഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു വശത്ത് ഞാൻ ഇരിക്കുകയാണ്. അപ്പം ഇതിനകത്തിരിക്കുന്ന സമയത്തും നമുക്ക് കാല് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ പറയുന്ന പോലെ നമുക്ക് ഈ സീറ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് കയറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ പോലും എൻ്റെ കാലിപ്പം നിലയിൽ തട്ടുന്നില്ല. 170 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു ക്രാമ്പിങ് ഇല്ല, കാരണം ഇവിടെ നല്ല സീറ്റിൻ്റെ ഒരു ഹെഡ് റൂം അത്യാവശ്യം ഉള്ളതുകൊണ്ട്, കാരണം ഇവിടെ ഒരു ചെറിയൊരു ബെൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ തേർഡ് സീറ്റിലിരിക്കുന്നവർക്ക് എപ്പോഴും ചൂടെടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്, കാരണം വെച്ചാൽ AC യുടെ ത്രോ കിട്ടാറില്ല. പക്ഷേ ഇവിടെയും രണ്ട് വെൻറ്റുകൾ, ബാക്കിലിരിക്കുന്നവർക്കും 2 വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്കും ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ടിലാണെങ്കിലും സെക്കൻഡ് റോയിലാണെങ്കിലും തേർഡ് റോയിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വാഹനത്തിനകത്ത് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് കാണും. നമുക്ക് വെളിയിലേക്കുള്ള കാഴ്ചകൾ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെയും നമുക്ക് കൈവച്ചിരിക്കാനുള്ള ഒരു ആംബ്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇതുകൂടാതെ ഒരു മൊബൈലും നമുക്ക് കുത്തിച്ചാരി വയ്ക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സീപോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൂന്നാമത്തെ റോയിൽ കയറിയെന്ന് പറഞ്ഞാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ വാഹനത്തിനകത്തിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹെഡ് റെസ്റ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 2 ഹെഡ് റെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ളി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആൾക്കാർ കുറവുള്ള സമയത്ത് കൂടുതൽ ലഗേജ് കയറണമെങ്കിലും ചെയ്യാം. അപ്പം മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ഈ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വാഹനം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ആ സമയത്ത് വാഹനത്തിനകത്ത് ഉള്ള എഞ്ചിൻ്റെ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പറയാം. വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഈ വാഹനം ഓടിക്കുന്ന ഒരു കംഫർട്ടും നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാവിസിൻ്റെ ഡ്രൈവിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിനകത്ത് കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന കാരൻസിൻ്റെ അതേ എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയാണ് വാഹനത്തിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ക്ലാവിസിലേക്ക് വരുമ്പോൾ സമയത്ത് ഒരു ഫേസ് ലിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ എസ്തെറ്റിക്കലിയും അതുപോലെ കുറച്ച് കോസ്മെറ്റിക്കലിയും വന്ന ചേഞ്ചസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പെട്രോളും ഡീസലിലും അവൈലബിൾ ആണെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ 7 വേരിയൻസിലുണ്ട്. അപ്പോൾ പല പ്രൈസ് ബ്രാക്കറ്റിലും പല എഞ്ചിൻ ഓപ്ഷൻസിലും പല ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലും ഒക്കെ നമുക്ക് കിട്ടും. കാരണം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് HT-X+ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതിന് തന്നെ നമ്മൾ പെട്രോൾ 1.5 ലിറ്റർ പെട്രോളാണ് വരുന്നത്. ടർബോ ആണ്, 7 സ്പീഡ് DCT ആണ് ട്രാൻസ്മിഷൻ ഉള്ളത്. ഈ ഒരു ടർബോ എഞ്ചിന് തന്നെ നമുക്ക് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ ഒരു IMT ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ 1.5 ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന എഞ്ചിനുണ്ട്. അപ്പം അതും നമുക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്മിഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് AT അതുപോലെ തന്നെ മാനുവൽ, ഇങ്ങനെ 2 ട്രാൻസ്മിഷൻ 6 സ്പീഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഡീസലും ഉണ്ട്, 1.5 ലിറ്റർ ആണ് വരുന്നത്. 1.5 ലിറ്റർ ഡീസലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 തരത്തിലുള്ള ട്രാൻസ്മിഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 253 Nm ടോർക്ക് നമുക്ക് ഈ വാഹനം നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഹോഴ്സ് പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 156 ഹോഴ്സ് പവർ ആണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇപ്പോൾ ഞാൻ DCT ആയിട്ട് കാല് കൊടുത്തിരിക്കുകയാണ്. ഇതുണ്ട്, വണ്ടി വളരെ ഫാസ്റ്റായിട്ട് തന്നെ സ്പീഡ് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ അഡാസിൻ്റെ ഫീച്ചേഴ്സും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പെട്ടെന്ന് ഒരാൾ ചാടിയെന്ന് പറഞ്ഞാലും വണ്ടി എമർജൻസി ബ്രേക്കിംഗ് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ 20 ലെവലോളമുള്ള അഡാസ് ഫീച്ചേഴ്സൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ മൈലേജിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും തരക്കെട്ടില്ലാത്തൊരു മൈലേജ് കാരൻസ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വാഹനത്തിനകത്തും വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത എഞ്ചിനൊക്കെ സെയിം ആയതുകൊണ്ട് അതേ മൈലേജ് തന്നെ ക്യാരി ഓവർ ചെയ്യുന്നുള്ളതാണ്. പിന്നെ വാഹനത്തിൻ്റെ ഒരു വാറൻറ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സ്കൂൾ സോൺ അഹെഡ്. അപ്പോൾ ഇതൊരു സ്കൂളിൻ്റെ ലോഗോ ഇവിടെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ക്യാമറ ഡിറ്റക്റ്റ് ചെയ്തിട്ട് പറയാണ് സ്കൂൾ സോൺ ഉണ്ട് എന്ന് നമ്മൾ പറയാണ്. ഈ സിഗ്നൽസ് എല്ലാം ഇത് ഡിക്റ്റേറ്റ് ചെയ്യും കേട്ടോ. ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഓൾറെഡി പ്രീലോഡഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ വാറൻറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാറൻറ്റി എന്ന് പറയുമ്പോൾ 3 ഇയേഴ്സും അൺലിമിറ്റഡ് കിലോമീറ്ററാണ് വാറൻറ്റി നമുക്ക് കിയ നമുക്ക് നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു മനസ്സമാധാനത്തോടുകൂടി പോകാം. പിന്നെ അതിനുശേഷം നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഇതിൻ്റെ വില
പറഞ്ഞിട്ടില്ല, ലൈക്ക് എത്ര വിലയാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫും അതുപോലെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ആഡഡ് ആയി വരുന്നതുകൊണ്ട് 1 ലക്ഷം രൂപയെങ്കിലും കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം എന്ന് പറയുന്നത്. അതായത് 1370 നമുക്ക് നിലവിൽ കാരൻസിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വേരിയൻറ്റ് HDയുടെ ഒക്കെ പ്രൈസ് വരുന്നത്, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് അത് 1 ലക്ഷം രൂപയും കൂടെ കൂടാം. എൻ്റെ ഒരു അസംഷനാണ്, ചിലപ്പോൾ കൂടാതിരിക്കാം, മാറും. ഇതിൻ്റെ ഒരു പ്രൈസിങ് അവരങ്ങനെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 24 ലക്ഷം രൂപയ്ക്കായിരുന്നു കാരൻസിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഒരു 25 lakhs ഒക്കെ വരേണ്ടതായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ ഒരു അസംഷൻ. അപ്പം ഇതൊക്കെയാണ് പൊതുവെ ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം നിലവിലുള്ള കാരൻസിനേക്കാളും കുറേയൊക്കെ നല്ല പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് സീറ്റിംഗ് കംഫോർട്ടുകളാണെങ്കിലും സൗകര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഇൻറ്റീരിയർ പ്രീമിയംനെസ് ഒക്കെ ആണെങ്കിലും കൂടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് കിയ പള്ളിച്ചലിലേക്ക് വന്നാൽ മതി. ഇനിയിപ്പം ഞാൻ ഇവിടെ നമ്പേഴ്സ് കൊടുത്തേക്കാം, അവർ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന മികച്ച ഒരു 7 സീറ്ററാണ്. കാരൻസ് ഓൾറെഡി തെളിഞ്ഞതാണ്. അപ്പോൾ ക്ലാവിസും അതുപോലെ തന്നെ പച്ച പിടിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യണം, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബിൻ ഷോ.